വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലെറ്റ്സ് ഡു ഇറ്റ് വിത്ത് ആഷ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള വാട്ടർ കാൻഡിൽസിന്റെ വീഡിയോ ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലം ഹോം ഡെക്കറേഷൻ ഐഡിയ ആണിത്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് വെറും 5 മിനിറ്റ് കൊണ്ട് ഈ വാട്ടർ കാൻഡിൽസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം ഈ ക്യൂട്ടായിട്ടുള്ള വാട്ടർ കാൻഡിൽസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വാട്ടർ കാൻഡിൽസ് ഉണ്ടാക്കാനായി നമുക്ക് ആദ്യം വേണ്ടുന്നത് ഇതുപോലുള്ള പ്ലെയിൻ ഗ്ലാസിന്റെ ബൗളോ അല്ലെങ്കിൽ വലുതും ചെറുതുമായ ഗ്ലാസും യൂസ് ചെയ്യാവുന്നതാണ്. ആദ്യമായി ഞാനിവിടെ ഈ ഒരു ഷേപ്പിലെ ഗ്ലാസിന്റെ പ്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഗ്ലാസ് ബൗൾ ഫില്ല് ചെയ്യാനായി ഞാനിവിടെ കുറച്ച് ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് സ്റ്റോൺസും യൂസ് ചെയ്യുന്നുണ്ട്. പെബിൾസും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കളർഫുൾ ആയിട്ടുള്ള പെബിൾസും യൂസ് ചെയ്യാവുന്നതാണ്. ഗ്ലാസ് ബൗളിൻ്റെ പകുതി പോർഷനിൽ നോർമൽ വാട്ടർ ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഈ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് സ്റ്റോൺസ് ഇട്ട് കൊടുക്കാം. സ്റ്റോൺസ് ഇട്ടതിന് ശേഷം ഞാനിവിടെ കുറച്ച് ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള കളർഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഫ്ലവേഴ്സ് യൂസ് ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ മുകളിൽ ഇതേപോലെ ഫ്ലോട്ട് ചെയ്യുന്ന രീതിയിൽ ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടെ ഭംഗി കാണും. അടുത്തതായി ഞാനിവിടെ കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ ഒഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണാം ഓയിൽ വെള്ളത്തിൻ്റെ മുകളിൽ തന്നെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത്. ഓയിൽ ഒഴിച്ചതിന് ശേഷം മുകളിലത്തെ പോർഷൻ ടച്ച് ചെയ്യാതിരിക്കണം. ഇനി അടുത്തതായി നമുക്ക് വേണ്ടുന്നത് ഇതേപോലെ ട്രാൻസ്പെറൻ്റ് ആയ പ്ലാസ്റ്റിക് കവറാണ്. നമ്മൾ പല സാധനങ്ങൾ മേടിക്കുമ്പോഴും ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവേഴ്സ് കിട്ടുന്നതാണ്. അപ്പം ഈ പ്ലാസ്റ്റിക് കവർ ഒരു സർക്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം ഞാനിവിടെ ഈ പ്ലാസ്റ്റിക് കവർ ഒരു സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു സിസർ ഉപയോഗിച്ച് ഈ സർക്കിളിൻ്റെ മിഡിൽ പോർഷനിൽ ഇതേപോലെ ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണം. ഈ കോട്ടൻ്റെ തിരി ഈ ഒരു ഹോളിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നത്. സർക്കിളിൻ്റെ മിഡിൽ പോർഷനിലായി ഞാൻ ഈ തിരി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബൗളിൻ്റെ ഓയിൽ ഒഴിച്ച മിഡിൽ പോർഷൻ്റെ മുകളിലായി ഈ പ്ലാസ്റ്റിക്കിൻ്റെ പീസ് ഒന്ന് വെച്ച് കൊടുക്കണം. അധികം പ്രസ് ചെയ്യാതെ വേണം ഈ ഒരു പീസ് വെച്ച് കൊടുക്കാൻ. ഇപ്പം നമ്മുടെ സിമ്പിളായിട്ടുള്ള ആദ്യത്തെ വാട്ടർ കാൻഡിൽ ബൗൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി ഞാനിവിടെ ഒരു പ്ലെയിൻ ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ പകുതി പോർഷനിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഗ്ലാസ്സിൽ ഫില്ല് ചെയ്യാനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ബീഡ്സ് ആണ്. ബ്രൈറ്റ് കളറിലെയും കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ബീഡ്സും ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ ഭംഗി കാണാൻ. ബീഡ്സ് എല്ലാം ഗ്ലാസ്സിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് ഫുഡ് കളർ യൂസ് ചെയ്യുന്നുണ്ട്. യെല്ലോ കളറിലെ ഫുഡ് കളറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ഫുഡ് കളേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഗ്ലാസ്സിലേക്ക് ഞാനിവിടെ ഒരു പിഞ്ച് ഫുഡ് കളർ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഗ്ലാസ്സിലേക്ക് ഇതുപോലെ ഒരു റോസ് ഫ്ലവർ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായി ഈ ഗ്ലാസ്സിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം പ്ലാസ്റ്റിക് ഷീറ്റിൽ കട്ട് ചെയ്തെടുത്ത പീസിൽ തിരിയിട്ടതിന് ശേഷം ഇതേപോലെ ഇതിന് മുകളിലായി ഒന്ന് വെച്ച് കൊടുക്കണം. ഇപ്പം നമ്മുടെ രണ്ടാമത്തെ വാട്ടർ കാൻഡിലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കളർഫുൾ ആയിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായി ഞാനിവിടെ ഒരു ചെറിയ ഗ്ലാസ്സിലാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. ചെറിയ ഗ്ലാസ്സിൽ ഫില്ല് ചെയ്യാനായി ഞാനിവിടെ കളർഫുൾ പെബിൾസ് ആണ് എടുത്തിരിക്കുന്നത്. പെബിൾസ് ഇട്ടതിന് ശേഷം ഞാനിവിടെ കുറച്ച് വെള്ളം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഫുഡ് കളർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കെച്ച് പെൻ്റെ ഇങ്കും യൂസ് ചെയ്ത് വെള്ളത്തിൽ മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മുമ്പ് കാണിച്ച പോലെ തന്നെ ഈ ഒരു ചെറിയ ഗ്ലാസ്സിലും ഓയിൽ ഒഴിച്ചതിന് ശേഷം തിരിയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ ഈ 3 വാട്ടർ കാൻഡിലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ കുറച്ച് സമയം കൊണ്ടും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ കൊണ്ടും തന്നെ നമുക്ക് ഈ ഒരു വാട്ടർ കാൻഡിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കുട്ടികളുടെ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു സർപ്രൈസ് കേക്ക് കൊടുക്കുമ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ നമുക്ക് തന്നെ ഇങ്ങനെ ഒരു കാൻഡിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഈ ഒരു കാൻഡിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം എൻ്റെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.